പത്രോസിൻ്റെ രണ്ടാം ലേഖനം 1-ാം അധ്യായം, അതിൻ്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദമുണ്ടായത് കേട്ടു. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. നമ്മൾ വായിച്ചത് 2 പത്രോസ് 1-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു വിശ്വാസിയുടെ ആത്മീക ജീവിതത്തിന് ആവശ്യമായതെല്ലാം ദൈവം തന്നിട്ടുണ്ട് എന്ന് പത്രോസ് 1-ാം അധ്യായത്തിൽ തൻ്റെ വായനക്കാരെ പ്രബോധിപ്പിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഉത്തരവാദിത്വവും താൻ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള സംശയത്തിൽ ജീവിക്കേണ്ട ആവശ്യം ഒരിക്കലും ഉണ്ടാകില്ല. ഈ കാര്യങ്ങൾ പത്രോസ് അപ്പോസ്തലൻ ഈ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുന്നു. തൻ്റെ മരണശേഷം പത്രോസിനെ ഓർക്കണമെന്നല്ല, മറിച്ച് പത്രോസ് പഠിപ്പിച്ച കാര്യങ്ങൾ ഓർക്കണം എന്നാണ് താൻ ഈ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നത്. അതിന് അവസാനം പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങളെ ഇവരുമായി പങ്കുവയ്ക്കുന്നു. തൻ്റെ അനുഭവം താൻ ഈ വിശ്വാസികളോട് പങ്കുവയ്ക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് താനത് ചെയ്യുന്നത്. അത് നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കും. പല സഭകളിലും സാക്ഷ്യം പറയുവാനുള്ള അവസരമുണ്ട്. ഈ സാക്ഷ്യം പറയുന്ന സമയത്ത് ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതെൻ്റെ അനുഭവമല്ലേ, അത് ആ ആളുടെ അനുഭവമല്ലേ, അതുകൊണ്ട് സത്യമായിരിക്കും എന്ന ഒരു മനോഭാവം പല ആളുകൾക്കും ഉണ്ട്. അത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് പലപ്പോഴായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു സംഭവം ഞാൻ കാണുകയോ കേൾക്കുകയോ ചെയ്തു, അതെനിക്ക് മനസ്സിലായതെങ്ങനെയാണ്, അതാണ് ഞാൻ സാക്ഷ്യം പറയുമ്പോൾ മറ്റുള്ളവരോട് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉപദേശമോ ഒരു പോളിസിയോ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്യുന്നത് അപകടകരമാണ്. ഒരു മനുഷ്യൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉപദേശമോ ഒരു അടിസ്ഥാന ഉപദേശ വിഷയമോ പ്രസ്താവിക്കുകയോ അതിന്മേൽ സഭയുടെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ പണിയുകയോ ചെയ്യുന്നത് അപകടകരമാണ്. ഇവിടെ പത്രോസ് അപ്പോസ്തലന് വളരെ ശ്രേഷ്ഠമായ ഒരു അനുഭവം തൻ്റെ ജീവിതത്തിലുണ്ടായി. അതിനെക്കുറിച്ച് താൻ പറയുന്നു. എന്നാൽ അത് പറയുമ്പോൾ താൻ ചെയ്യുന്ന കാര്യം എങ്ങനെയാണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. 16-ാം വാക്യത്തിൽ, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. പത്രോസ് ഇവിടെ പറയുന്നത് മറുരൂപമലയിൽ പത്രോസും യോഹന്നാനും യാക്കോബും യേശുവും കൂടി കയറിപ്പോയി. യേശു അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ മുഖഭാവം മാറി, തൻ്റെ വസ്ത്രം ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കുവാൻ കഴിയാത്ത വണ്ണം വെണ്മയുള്ളതായി തീർന്നു. മോശയും ഏലിയാവും വന്ന് അവനുമായി താൻ യെരുശലേമിൽ പ്രാപിപ്പാനിരിക്കുന്ന നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. ഇത് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. മോശയും ഏലിയാവും എങ്ങനെയാണ് അവിടെ വന്നത് നമുക്കറിഞ്ഞുകൂടാ. മോശയും ഏലിയാവുമാണെന്ന് ശിഷ്യന്മാർക്ക് എങ്ങനെയാണ് മനസ്സിലായത് അത് നമുക്കറിഞ്ഞുകൂടാ. കാരണം അവരുടെ ഫോട്ടോ ഇല്ലല്ലോ.
ഒരു പക്ഷേ യേശു പറഞ്ഞിട്ടായിരിക്കും അവരതറിഞ്ഞത്. ഏത് യഹൂദനും മോശയെ കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഏലിയാവിനെ കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതും ഒരു വലിയ കാര്യമാണ്. കാരണം രണ്ടുപേരുടെയും ശുശ്രൂഷ വളരെ പ്രത്യേക നിലയിൽ ഉള്ളതായിരുന്നു. അവരെപ്പോലെയുള്ള പ്രവാചകന്മാർ വേറെ ഇല്ലായിരുന്നു. മാത്രമല്ല, മോശ മരിച്ചു, തന്നെ ദൈവമാണ് അടക്കം ചെയ്തത്. തൻ്റെ ശവശരീരം എവിടെയാണ് അടക്കം ചെയ്തതെന്ന് ആർക്ക് പറഞ്ഞുകൂടാ. ഏലിയാവ് മരിക്കാതെ സ്വർഗത്തിലേക്ക് കടന്നുപോയ എടുക്കപ്പെട്ടയാളാണ്. ഇങ്ങനെ വളരെ ശ്രേഷ്ഠന്മാരായ രണ്ട് ദേവദാസന്മാർ പഴയ നിയമകാലത്തുണ്ടായിരുന്നവർ, അവർ യേശുവിനെ വന്ന് കാണുകയും അവനോട് സംസാരിക്കുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് ഒരു യഹൂദൻ എന്ന നിലയിൽ പത്രോസിന് അവരോട് പല കാര്യങ്ങളും ചോദിക്കാനുണ്ട്. ന്യായപ്രമാണം കൊടുത്തയാളാണ് മോശ, സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയ ആളാണ് ഏലിയാവ്. ഇവരോടൊക്കെ പല കാര്യങ്ങളും ചോദിച്ചറിയാൻ അവർക്കുണ്ട്. ഒരുപക്ഷെ അവർക്കും അവരുടെ ശുശ്രൂഷകളെക്കുറിച്ചും അവരുടെ കാലത്തുണ്ടായിരുന്ന വലിയ അത്ഭുതങ്ങളെക്കുറിച്ചും ഒക്കെ പറയാൻ പലതും ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ അവർ യേശുവിനെ വന്ന് കണ്ടപ്പോൾ അവർക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. യേശു യെരുശലേമിൽ പ്രാപിക്കാനുള്ള നിര്യാണം. യേശു ക്രിസ്തുവിൻ്റെ മരണമാണ് സ്വർഗത്തിലായിരുന്ന മോശയ്ക്കും ഏലിയാവിനും ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. അതാണ് മറുരൂപമലയിൽ സംഭവിച്ചത്. ഇത് കണ്ടപ്പോൾ പത്രോസിനൊരാശയം തോന്നി, 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. അവിടെ നാം വായിക്കുന്നത് പത്രോസ് അത് പറയുന്നത് എന്താണെന്ന് തനിക്ക് തന്നെ അറിയില്ലായിരുന്നു എന്നാണ്. ഉറക്കം വന്നാണ് താനത് പറഞ്ഞത്. താനിത് പറഞ്ഞ ഉടനെ ഒരു മേഘം വന്ന് അവരെ മൂടി. മോശയും ഏലിയാവും അപ്രത്യക്ഷരായി. മേഘം മാറിക്കഴിഞ്ഞപ്പോൾ യേശുവിനെ മാത്രമേ അവിടെ കണ്ടുള്ളൂ. പക്ഷേ ആ സമയത്ത് ഒരു ശബ്ദമുണ്ടായി. ആ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. മോശയും ഏലിയാവും അവിടെ ഉണ്ടായിരുന്നു. അവരെക്കുറിച്ചല്ല ഇത് പറഞ്ഞത്. അവർ പോയി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ കേൾക്കുവാൻ വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദമുണ്ടായത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. എന്ന് വച്ചാൽ മോശയ്ക്കും ഏലിയാവിനും യേശുവിനും ഓരോ കുടിലുണ്ടാക്കാമെന്നാണ് പത്രോസ് പറഞ്ഞത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, അങ്ങനെയല്ല. മോശയും ഏലിയാവിനെയും പോലെയുള്ള ആളല്ല ഇത്. ഒരു പക്ഷേ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മോശയും ഏലിയാവും വലിയ ആളുകളായിരുന്നിരിക്കാം. പക്ഷേ ദൈവം പറയുന്നു, എൻ്റെ പുത്രനുമായി കമ്പയർ ചെയ്യുമ്പോൾ അവരാരുമല്ല. എൻ്റെ പുത്രൻ, എൻ്റെ പ്രിയപുത്രൻ, എല്ലാറ്റിലും ദൈവത്തെ അനുസരിച്ച് എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. ഇവൻ മോശയെപ്പോലെ ഒരു പ്രവാചകനല്ല, ഏലിയാവിനെ ഒരു പ്രവാചകനല്ല. പ്രവാചകന്മാരെ അയച്ച ദൈവമാണ് യേശു. ഈ ശബ്ദം അവർ സ്വർഗത്തിലെ ദൈവത്തിങ്കൽ നിന്ന് കേട്ടു. ഈ സംഭവം കാണുകയും കേൾക്കുകയും ചെയ്ത പത്രോസാണ് ഇത് എഴുതുന്നത്. ഈ സംഭവം താൻ പറഞ്ഞിട്ട് അതിനു മുമ്പ് താൻ പറയുന്നു, ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും, അവൻ്റെ ശക്തി എന്താണെന്നും അവൻ ആദ്യം വന്നപ്പോൾ അവൻ ഏതൊക്കെ നിലയിൽ തൻ്റെ തേജസ് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയെന്നും ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് കഥകളുണ്ടാക്കി പറഞ്ഞതല്ല. എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ചില ആളുകളെ ദൈവമാക്കുന്ന പ്രവണത ഇക്കാലത്തുണ്ട്. സാധാരണ മനുഷ്യരായി ജീവിച്ചിരുന്ന ആളുകൾ ഒരുപക്ഷെ ഒരു നല്ല ആളുകളായിരുന്നിരിക്കാം. മരണശേഷം അവരെ ദൈവമാക്കുകയാണ്. എന്നിട്ട് അവരുടെ പേരിൽ ഉള്ളതും ഇല്ലാത്തതുമായ കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കുക. അവരുടെ പേരിൽ അത്ഭുതം നടന്നു എന്ന് തെളിയിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താണ് പല ആളുകളെയും ഇന്നത്തെ കാലത്ത് എക്സോൾട്ട് ചെയ്യുന്നത്, ഉയർത്തുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പല ഉദ്ദേശങ്ങളുണ്ട്. ചില ആളുകൾക്ക് സാമ്പത്തിക ലാഭം, ചില ആളുകൾക്ക് ആളുകളുടെ മതവിശ്വാസത്തെ ചൂഷണം ചെയ്ത് ആള് പേരുണ്ടാക്കുകയും ധനമുണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ പിന്നിലുള്ളത്. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല ചെയ്തത്. ഇത് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. ഇവർക്കാകെ ഉണ്ടായ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവൻ പലപ്പോഴും അപകടത്തിലായി എന്നുള്ള ഒരു പ്രയോജനമേ ഇവർക്കുള്ളൂ.
പക്ഷേ അവർ പറയുന്നു, യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നത്, തൻ്റെ ശക്തിയെക്കുറിച്ചും തൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചും ഞങ്ങൾ പറഞ്ഞത് കഥയുണ്ടാക്കി പറഞ്ഞതല്ല, ഞങ്ങൾ കണ്ടതാണ്. അവന് ബഹുമാനം ലഭിച്ചത്, ദൈവത്തിങ്കൽ നിന്ന് മാനവും തേജസ്സും ലഭിച്ചത് ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങൾ അവനോട് വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദമുണ്ടായത് അവർ കേട്ടു. അപ്പോൾ ഇവർ കണ്ടു, ഇവർ കേട്ടു. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, അതുകൊണ്ട് ഇത് സത്യമാണ് എന്ന് പത്രോസ് പറഞ്ഞില്ല. 19 വാക്യത്തിൽ താൻ പറയുന്നു, പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ അത് പറഞ്ഞത്? യേശുക്രിസ്തു തൻ്റെ തേജസ് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തു. പത്രോസ് അത് കണ്ടു. മറുരൂപ മലയിൽ മോശയും ഏലിയാവും വന്ന് അവനോട് സംഭാഷിക്കുന്നത് പത്രോസ് കേട്ടതാണ്, ഇതൊക്കെ കണ്ടതാണ്. പക്ഷേ പത്രോസ് അപ്പോസ്തലൻ തൻ്റെ അനുഭവം വിവരിച്ചതിന് തൊട്ടു പുറകെ പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട് എന്ന് പറയുന്നു. പത്രോസ് അപ്പോസ്തലൻ ഇവിടെ ചെയ്യുന്നത്, തൻ്റെ അനുഭവം, ഞാൻ കണ്ടത്, ഞാൻ കേട്ടത്, എനിക്ക് മനസ്സിലായത് സത്യമായിരിക്കും, അത് തെറ്റാൻ വഴിയില്ല എന്നല്ല പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ഞാൻ കണ്ട കാര്യം, ഞാൻ കേട്ട കാര്യം ദൈവവചനത്തിൽ പ്രവാചകന്മാർ എഴുതിയിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ഞാൻ താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ അത് അച്ചട്ടാണ്, അത് സത്യമാണെന്ന് മനസ്സിലായി. നമ്മുടെ അനുഭവങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ, നമ്മുടെ അനുഭവങ്ങൾ സാക്ഷ്യരൂപേണ പറയുമ്പോൾ നാം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ അനുഭവങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതാണോ? എൻ്റെ അനുഭവം അതുകൊണ്ട് സത്യമായിരിക്കും എന്ന് പറയാൻ പത്രോസ് അപ്പോസ്തലന് ധൈര്യമില്ലായിരുന്നു. എന്നാൽ ഇന്ന് പല ആളുകളും ആ ധൈര്യം കാണിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ യേശുവിൻ്റെ തേജസ് കണ്ടു, മറുരൂപ മലയിൽ ഉണ്ടായത് ഞങ്ങൾക്ക് മനസ്സിലായി, കാണുകയും കേൾക്കുകയും ചെയ്തു. പക്ഷേ പ്രവാചകവാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഞങ്ങൾ കണ്ടതാണ്. അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ മരണത്തിൽ, അവൻ്റെ അടക്കത്തിൽ, പുനരുത്ഥാനത്തിൽ അനേക പ്രവചനങ്ങൾ നിവൃത്തിയായി. ദൈവവചനപ്രകാരമാണ് പത്രോസ് തൻ്റെ അനുഭവങ്ങളെ വിശദീകരിക്കുന്നത്. തൻ്റെ അനുഭവങ്ങളെ ദൈവവചനവുമായി തട്ടിച്ചു നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ കാര്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത്. ഈ കത്ത് വായിക്കുന്ന വിശ്വാസികൾ ആരും മറുരൂപമലയിലില്ലായിരുന്നു. അവരിലാരും യേശുക്രിസ്തുവിനെ ജീവനോടെ കണ്ടിട്ടില്ല. പക്ഷേ പത്രോസ് പറയുന്നു, പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് ഞങ്ങൾക്കുണ്ടെന്നല്ല, നമുക്കുണ്ട്. ഈ വായിക്കുന്ന വിശ്വാസികൾക്കും ദൈവവചനമുണ്ട്. പ്രിയ സുഹൃത്തെ, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ കയ്യിലും ദൈവവചനമുണ്ട്. അതിനപ്പുറത്തൊരു വെളിപ്പാടോ ഒരു അനുഭവമോ ആവശ്യമില്ല. ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ അത്ഭുതകരമായ ചില അനുഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ആ അനുഭവങ്ങൾ പോലും ദൈവവചനവുമായി തട്ടിച്ചു നോക്കണം. എന്നിട്ട് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുമ്പോഴും ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. എന്തിനെ? പ്രവാചകവാക്യം. ദൈവവചനം ഈ ഇരുള് നിറഞ്ഞ ലോകത്തിൽ ഒരു വിശ്വാസിക്ക് ജീവിക്കുവാൻ അത്യാവശ്യമാണ്. ഇരുട്ടിലെ ഒരു വെളിച്ചം പോലെയാണ് പ്രവാചകവാക്യം അഥവാ ദൈവവചനം. ഈ ലോകത്തിൽ അധർമ്മവും അനീതിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ലോകത്ത് മ്ലേച്ഛമായ കാര്യങ്ങൾ പെരുകുകയാണ്. ചില ആളുകൾ പറയുന്നത് അന്ത്യകാലത്ത് എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരും എന്നാണല്ലോ. അന്ത്യകാലത്ത് വലിയ ഉണർവുണ്ടാകുമെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ ആ വാക്യം 1-ാം നൂറ്റാണ്ടിൽ പെന്തിക്കോസ്ത് നാളിൽ സംഭവിച്ചതാണ്. അതിനെക്കുറിച്ചാണ് യോവേൽ പ്രവാചകൻ പറഞ്ഞത്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നാണ് പുതിയ നിയമം പറയുന്നത്. മനുഷ്യർ, വമ്പ് പറയുന്നവർ, സ്വസ്നേഹികളും, അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ അന്ത്യകാലത്ത് ഉണർവല്ല ഉണ്ടാകുന്നത്, വിശ്വാസത്യാഗമാണ് ഉണ്ടാകുന്നത്. അധർമ്മം പെരുകുകയാണ്. വിശ്വാസികളും അവരുടെ നിലവിട്ട് പെരുമാറുന്ന സ്ഥിതി ഉണ്ടാകാൻ പോവുകയാണ്. ലോകം ഇരുട്ടിലേക്കാണ് നീങ്ങുന്നത്, ആത്മീകമായ ഇരുട്ടിലേക്കാണ് നീങ്ങുന്നത്.
ഇങ്ങനെ അന്ധകാരത്തിൽ ഇരിക്കുന്ന ലോകം, ആ ലോകത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് അനുഭവങ്ങളല്ല വെളിച്ചം, ദൈവവചനമാണ് വെളിച്ചം. പത്രോസ് അപ്പോസ്തലൻ്റെ അനുഭവങ്ങളായിരുന്നില്ല പത്രോസ് അപ്പോസ്തലൻ്റെ വെളിച്ചം. താൻ പറയുന്നു, പ്രവാചകവാക്യം ഞങ്ങൾക്ക് അധികം സ്ഥിരമായിട്ടുണ്ട്. അപ്പോസ്തലന്മാർക്ക് ദൈവം നൽകിയ അനുഭവങ്ങൾ പരിശുദ്ധാത്മ പ്രേരണയാൽ അവർ എഴുതി. അതും ദൈവവചനമാണ്. പുതിയ നിയമം ദൈവവചനമാണ്, ദൈവനിശ്വസ്ത തിരുവെഴുത്താണ്. ആ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് നമ്മുടെ വിളക്ക്. ഈ അന്ധകാരം നിറഞ്ഞ ലോകത്ത് ജീവിക്കുവാൻ അത് അത്യാവശ്യമാണ്. കർത്താവ് രണ്ടാമത് വരുന്നത് വരെ ആ തിരുവെഴുത്താണ് നമ്മെ വഴി നടത്തുന്നത്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുൻപ് വരുന്നതാണല്ലോ ഉദയനക്ഷത്രം. ഉദയനക്ഷത്രം കണ്ടു കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഉദിക്കാൻ അധിക സമയമില്ല. സൂര്യൻ ഉദിക്കുക എന്നുള്ളത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നാം ഓർക്കണം, പഴയ കാലത്ത് വാച്ചില്ല. ആളുകൾക്ക് സമയം നോക്കാൻ യാതൊരു മാർഗവുമില്ല. ഇപ്പോൾ നമുക്ക് വാച്ച് നോക്കിയിട്ട് 5:30 അരമണിക്കൂർ കഴിയുമ്പോൾ നേരം വെളുക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഈ പാവപ്പെട്ട വിശ്വാസികൾക്ക് അതിനുള്ള യാതൊരു സാഹചര്യവുമില്ല. രാത്രിയിൽ ഉണർന്ന അവർ ആകാശത്തേക്ക് നോക്കുകയാണ്. ഉദയനക്ഷത്രം ഉണ്ടോ? ഉണ്ടെങ്കിൽ നേരം വെളുക്കാറായി. അപ്പോൾ കർത്താവ് രണ്ടാമത് വരുവാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ലക്ഷണങ്ങൾ, അത് കാണുന്നത് വരെ എന്ന് പറഞ്ഞാൽ അത് ഉടനെ സംഭവിക്കുമെന്ന് മനസ്സിലാകുന്നത് വരെ നിങ്ങളെ നയിക്കുന്നത് ദൈവവചനമായിരിക്കും. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. എന്ന് വെച്ചാൽ തിരുവെഴുത്തിനെക്കുറിച്ച് നാം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യനെ കൊണ്ട് ഇത് എഴുതാൻ സാധിക്കുകയില്ല. പല ആളുകളും പറയുന്നത് ബൈബിൾ മനുഷ്യൻ എഴുതിയതാണെന്നാണ്. മനുഷ്യനെ കൊണ്ട് ഇത് എഴുതാൻ സാധിക്കുകയില്ല. കാരണം മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പുള്ള കാര്യം ഇതിൽ എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ ശാസ്ത്രീയമായ പല കണ്ടുപിടുത്തങ്ങളും നടത്തുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ ആ കാര്യങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഒരിക്കലും മനുഷ്യന് ഇത് എഴുതാൻ സാധിക്കില്ല. ഇനി അഥവാ മനുഷ്യൻ ഇത് എഴുതാൻ സാധിച്ചാൽ അവനിത് എഴുതുകയില്ല. കാരണം മനുഷ്യനെ തന്നെ ന്യായം വിധിക്കുന്നതാണ് ഈ പുസ്തകം. ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയാൽ അവൻ വാസ്തവത്തിൽ അവൻ്റെ തന്നെ കുഴി തോണ്ടുകയാണ്. അവനെക്കുറിച്ചുള്ള ശിക്ഷാവിധി തന്നെ എഴുതി വച്ചിരിക്കുന്ന പുസ്തകമാണിത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് ഇത് എഴുതാൻ കഴിയുമായിരുന്നെങ്കിൽ അവനത് എഴുതുകയില്ലായിരുന്നു. ഇനി ആർക്കെങ്കിലും എഴുതണമെന്ന് ആഗ്രഹിച്ചാൽ അത് എഴുതാൻ സാധിക്കുകയുമില്ലായിരുന്നു. അതാണ് തിരുവെഴുത്ത്. ഇത് മനുഷ്യൻ്റെ വ്യാഖ്യാനത്താൽ വന്നതല്ല. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യർ, പല നിലയിലുള്ള ജോലികൾ ചെയ്തിരുന്ന, പല കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന, പല ജോലികൾ ചെയ്തിരുന്ന ആളുകൾ പല ഭാഷകളിൽ എഴുതിയതാണ് ബൈബിൾ. ഈ ബൈബിൾ അവർ എഴുതാൻ കാരണം, തിരുവെഴുത്ത് എഴുതാൻ കാരണം, പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിച്ചു. പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് അവർ സംസാരിച്ചതാണ്, അവർ എഴുതിയതാണ്. പ്രിയ സുഹൃത്തെ, നിങ്ങൾ ഒരുപക്ഷെ അനേക പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളയാളായിരിക്കും. എന്നാൽ ഒരേ ഒരു പുസ്തകം മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിയോഗപ്രകാരം എഴുതിയിട്ടുള്ളൂ. അത് ദൈവവചനമാണ്. അതിന് പകരം വയ്ക്കാൻ വേറൊന്നുമില്ല. കാരണം അത് ദൈവം നേരിട്ട് മനുഷ്യന് നൽകിയതാണ്. അതിൽ തെറ്റില്ല. അത് സത്യമാണ്. അത് വിശ്വസിക്കാം. ദൈവത്തിൻ്റെ കയ്യൊപ്പ് ആ പുസ്തകത്തിലുണ്ട്. മനുഷ്യർ അനേക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ആത്മീക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പല വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്, പല പ്രസംഗങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നല്ലതാണ്. അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊന്നും ദൈവവചനത്തിന് പകരമാകില്ല. പത്രോസ് അപ്പോസ്തലൻ അതോടൊപ്പം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെ അനുഭവങ്ങളും ദൈവവചനത്തിന് പകരമാകില്ല. പത്രോസും യാക്കോബും യോഹന്നാനും മറുരൂപമലയിൽ
നമ്മുടെ കർത്താവിന് സംഭവിച്ച തേജസ് കണ്ടു. സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം അവർ കേട്ടു. പക്ഷേ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, പ്രവാചകവാക്യവും നമുക്ക് അധികം സ്ഥിരമായിട്ട് ഉണ്ട്. എന്തൊക്കെ അനുഭവങ്ങൾ നമുക്കുണ്ടായാലും അതൊന്നും ദൈവവചനത്തിന് പകരമാകുകയില്ല. ദൈവവചനത്തിനെ അത് വില കുറയ്ക്കുകയുമില്ല. നമുക്ക് ദൈവവചനത്തിലേക്ക് മടങ്ങാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി അവിടെ നൽകിയ ദൈവവചനത്തിനായി സ്തോത്രം. അനേക ദൈവദാസന്മാർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ച ദൈവവചനം, അത് ഞങ്ങൾ ഗൗരവത്തോടെ വായിക്കുവാനും പഠിക്കുവാനും അനുസരിക്കുവാനും സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0980221957 എന്ന നമ്പർ ഉപയോഗിക്കുക.